ഗംഗാരൻ 400 രൂപ. അല്ല ഗംഗാധര എണ്ണുന്നില്ലേ? ഇനി എന്നെയാ നോട്ടിലെ മഷി ഇളകി പോകും സാർ. കൃത്യശമ്പളം കൃത്യസമയത്താണ്, അതാണ് പൈ പോളിസി. രാധയ്ക്ക് എത്ര കൊടുക്കേണ്ടത്? മൊത്ത ശമ്പളം 375 രൂപ. പേപ്പർ കീറിയ വകയിൽ 98 രൂപ 60 പൈസ. ബാക്കി 164 രൂപ 40 പൈസ. സാറേ, ഈ മാസം ശമ്പളം മുഴുവൻ വേണം. കുട്ടി കീറിയ പേപ്പറിന്റെ നഷ്ടം ആര് തരും? ഞാനല്ലേ പേപ്പർ കീറിയത്. പിന്നെ ആരാ കീറിയത്? ആ തല്ലിപ്പൊളി മെഷീനാ. തല്ലിപ്പൊളി മെഷീനോ? കുട്ടി, ഞങ്ങളുടെ അപ്പനപ്പന്മാരുടെ കാലം തൊട്ടേ ഈ സ്ഥാപനത്തിന്റെ ഹൃദയമാണ് ആ പാവം മെഷീൻ. ആ മെഷീന്റെ മുഖത്ത് നോക്കി തല്ലിപ്പൊളി എന്ന് പറഞ്ഞപ്പോ എന്റെ ഹൃദയം നൊന്തു. തന്റെ ഹൃദയവും നൊന്തോ? കുട്ടി, ആ ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്ത പെൺകുട്ടികൾ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വീട്ടിലും നന്നായിട്ട് ടൈപ്പ് ചെയ്യുന്ന അറിയാമോ? എനിക്ക് വിശദീകരണം ഒന്നും കേൾക്കണ്ട. ഈ മാസം മുഴുവൻ ശമ്പളം വേണം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? കുട്ടി കീറിയ പേപ്പറിന്റെ നഷ്ടം നമ്മൾ സഹിക്കണോ? എനിക്ക് തരാനുള്ള കാശ് തരുന്നുണ്ടോ? അതോ കീറിയ പേപ്പറിന്റെ കാശ് തരാൻ ഞങ്ങൾക്ക് മനസ്സില്ല. മനസ്സിലല്ലേ? ഇല്ല. എന്നെ മാത്രം എന്തിനാ അറിയണേ? കുട്ടിയെ ഞാൻ തിരിച്ചു വിട്ടിരിക്കുന്നു. അയ്യടാ, നിങ്ങളെ പോലുള്ള നക്കിയുടെ കീഴിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ ഭേദം ചെറിയ പോയി തെണ്ടുന്നതാ. അതിക്രമം കാണിക്കുന്ന കുട്ടി. സാറുമാരുടെ മര്യാദയ്ക്ക് പെരുമാറും. അപ്പൂപ്പന്മാരുടെ പ്രായമില്ലേ? ഇല്ലേ, താൻ എന്ത് ചെയ്യടും? ധൈര്യമുണ്ടെങ്കിൽ ഇനി ഒന്ന് പറഞ്ഞു നോക്ക്. അപ്പൊ വിവരം അറിയാം. ആഹാ, തെണ്ടികള്, തെണ്ടികള്, തെണ്ടി പരീക്ഷകള്. കുട്ടി, ഒന്ന് നിൽക്കൂ. ഇനി തനിക്കെന്താ വേണ്ടത്? യോ, എനിക്കൊന്നും വേണ്ടായേ. നീ മിടുക്കിയാടി. എനിക്ക് തൃപ്തിയായി. 10-20 വർഷമായിട്ട് ഞാൻ വിളിക്കാൻ ഉദ്ദേശിച്ചതാ നീ വിളിച്ചത്. നീ എവിടെ പോയാലും നന്നാകും. നല്ല ഒന്നാം തരം തെറി. കൊടുത്തു കൊടുത്തു. എന്ത്? ചപ്പ കുടിക്കടി. എന്നിട്ട് ഞാൻ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. ഞാൻ തന്നെ കേട്ടിട്ട് ഞെട്ടിപ്പോയി. അതൊക്കെ പോട്ടെ കേശവ, നമുക്ക് എന്തായാലും പുതിയൊരു ടൈപ്പിസ്റ്റ് വേണം. 375 രൂപയ്ക്ക് എവിടെ നിന്ന് കിട്ടാനാ സാറേ ടൈപ്പിസ്റ്റിനെ? ഒരു 380 രൂപ കൊടുക്കാം സാറേ. അത് കൂടുതലായി പോയോ? 10 or 100 കൂടുതൽ കൊടുത്താലും വേണ്ടില്ല, ഒരെണ്ണത്തിന് കെട്ടിയെടുക്കാനെന്താ? ഞാൻ ശ്രമിക്കാം. ഇതിനെ തന്നെ കിട്ടിയത് എങ്ങനെയെന്ന് എനിക്കല്ലേ അറിയൂ. താനെന്തെങ്കിലും പറഞ്ഞോ? അടുത്തത് ശരിക്കും പറഞ്ഞ വയറ് നിറച്ചും കിട്ടി, നല്ല പൊളിച്ച തെറി. ഇത്ര മാത്രം വിഷമിക്കാൻ അവരെന്താ പറഞ്ഞത്? അവൾ പറഞ്ഞു, എന്റെ തള്ള ആനക്കാരൻ അയ്യപ്പന് മൊത്തം അമ്പലക്കുളത്തിൽ വെച്ചിട്ട്. എന്തിനാ ഇവളോട് ദേഷ്യപ്പെടുന്നത്? ഈ സാമർത്ഥ്യം മറ്റവളോട് കാണിക്കാമായിരുന്നില്ലേ? അതിരിക്കട്ടെ, ശരിക്കും അവൾ എന്താ പറഞ്ഞത്? അവള് പറയാ, എന്റെ അമ്മ ടൈലർ ദിവാകരന്റെ കൂടെ ഗുരുവായൂർ ലോഡ്ജിൽ 6 ദിവസം. വേറൊന്നുമില്ല ചോദിക്കാൻ. എന്നാലേ ഞാൻ ഒരു ഐഡിയ പറയട്ടെ. എന്താ? നമ്മൾക്കൊരു പരസ്യം കൊടുക്കാം. എന്താണ്? നമ്മളെ തെറി വിളിച്ചെന്നോ? നിങ്ങളുടെ ഒരു വളിച്ച തമാശ. ചേച്ചി കാര്യം പറ. സുന്ദരിയും സുശീലയുമായ ഒരു ടൈപ്പിസ്റ്റിനെ ആവശ്യമുണ്ട്. ഊമകൾക്ക് മുൻഗണന. അതെന്താ? അല്ല, തെറി പറയില്ലല്ലോ. നീ കുറച്ച് കൂടുതലുണ്ട്. കേറി പൊടി. ആ കുട്ടി അവിടെ ഇരിക്കട്ടെ. ഐഡിയ ഈസ് ഗുഡ്, ബട്ട് റെസ്പോൺസ് ഉണ്ടാകുമോ? നമുക്ക് നോക്കാം. പിന്നൊരു കാര്യം, എനിക്കൊരു അപേക്ഷയും കൂടി. എന്താണാവോ? ഏതായാലും പരസ്യം കൊടുക്കണുണ്ടല്ലോ, അതിന്റെ താഴെ രുചികരമായ പപ്പടത്തിന് അല്ലു അപ്പള സമീപിക്ക എന്നുകൂടി കോമള അച്ചാറിന് കൂടെ കൊടുക്കണം. അത് തന്നെ. എന്തിനാ ഇത് രണ്ടും മാത്രാക്കണേ? നിങ്ങൾ രണ്ടുപേരും കൂടി ഇതേ ഇങ്ങനെ ചിരിച്ച ഓരോ കളർ ഫോട്ടോ കൂടി ഇതിനിടയിൽ ഫിറ്റ് ചെയ്യാം പോരെ? എന്നിട്ട് വേണം അത് കണ്ട് പേടിച്ച് അച്ചാറും പപ്പടവും വാങ്ങാൻ ആരും വരാണ്ടിരിക്കാൻ. ഇവിടെ വേലി തന്നെ വിളവ് തിന്നല്ലേ? വെറുതെ അല്ല കണ്ടവളുമാരുടെ വായിലിരിക്കുന്നതെല്ലാം കേൾക്കുന്നത്. ഒരു ഐഡിയ കൊടുത്തപ്പോൾ നമ്മൾ പുറത്ത്. കൂടുതൽ ഐഡിയ തരാൻ നിൽക്കാതെ നിങ്ങൾ പോയി ഫാക്ടറി ഓൺ ചെയ്യൂ. ഭണ്ഡാരം പാടി നമ്മൾക്ക് പോവാ. എന്തെങ്കിലും ആയിക്കോട്ടെ. ആക്ച്വലി അച്ഛാ, അവരെന്താ പറഞ്ഞത്? അത് പുറത്ത് പറയാൻ കൊള്ളില്ല മോനെ. എന്റെ പൊന്നച്ഛനല്ലേ പറയച്ചാ. പറയാൻ കൊള്ളില്ല മോനെ. പ്ലീസ് അച്ഛാ. അവള് പറഞ്ഞു അവള് പറഞ്ഞു ഈ ഇരിക്കുന്ന ആനന്ദ പൈ നിന്റെ അച്ഛനല്ലാന്ന്. താൻ എന്താണോ പറഞ്ഞത്? എന്റെ കയ്യിൽ നിന്ന് പോയിടോ. തീർമൽ ദേവാ.